റേറ്റിംഗിൽ മുമ്പിൽ നിൽക്കുന്ന റിപ്പോർട്ടർ ചാനലിന് ഓർക്കാപ്പുറത്ത് തലക്കിയിട്ടൊരു അടിയാണെന്ന്. സർജിക്കൽ സ്ട്രൈക്ക് തന്നെ എന്ന വാക്ക് തന്നെയാണ് ഏറ്റവും ആപ്റ്റായിട്ടുള്ളത്. നികേഷ് കുമാറാണ് ശരിക്കും മലയാളത്തിലെ മാധ്യമ രംഗത്തെ മാറ്റിയെടുക്കുന്ന ഒരാൾ. പണത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാം, ഏതറ്റം വരെയും. കുതിയില്ല എന്നുള്ള അഭിപ്രായമില്ല. ബുദ്ധി ഏറ്റവും മോശമായ രീതിയിൽ ഉപയോഗിക്കുന്നതിനകത്ത് മാർക്കറ്റ് വാല്യൂ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരൊറ്റ തലത്തിലേക്ക് മാത്രം അരുൺകുമാറിനെ പോലെയുള്ള ഒരാളുടെ ഐഡന്റിറ്റി മാറിപ്പോവുക എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട കച്ചവട താല്പര്യത്തിനായിട്ട് മാറ്റുക. ഉണ്ണി ബാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ നിലപാടുകൾ പണയം വെച്ചിട്ടില്ല. അദ്ദേഹം ഓരോ ഘട്ടത്തിലും ഓരോ വിഷയത്തിലും സ്വീകരിക്കുന്ന സമീപനങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വ്യക്തിത്വം എവിടെയും പണയം വെക്കാതെ. രാജു ചന്ദ്രശേഖരനുള്ളൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഇടപെടുന്നില്ല. ഈ രീതിയിൽ മാധ്യമ സംസ്കാരത്തെ മാറ്റിയെടുത്തത് എങ്ങനെ വിപ്ലവകരമായ മാറ്റമാണ് നികേഷ് കുമാർ ഇന്ത്യ വിഷനിലൂടെ കൊണ്ടുവന്നതെന്നുണ്ടെങ്കിൽ ഇത് വിപ്ലവകരമല്ല. രാജൻ ഭായ് നമസ്കാരം. നമസ്കാരം. മലയാളികളെല്ലാം ഏറെ ബഹുമാനത്തോടെ കാണുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ വിശകലനങ്ങൾ അത് ഏവരും വളരെ ശ്രദ്ധയോടുകൂടി കാതോർത്തിരിക്കുന്ന ഒന്നാണ്. അദ്ദേഹം നടത്തുന്ന രാഷ്ട്രീയ വിശകലനങ്ങളായിക്കോട്ടെ, ജിയോ പൊളിറ്റിക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതായിക്കൊള്ളട്ടെ, ഏതിനും കൃത്യമായ ഒരു വിശകലനം നടത്തുവാനായിട്ട് അതിനൊക്കെ അപ്പുറത്ത് അദ്ദേഹം നല്ലൊരു ഇൻ്റർവ്യൂവറാണ്. പൊളിറ്റീഷ്യൻസിനെയും അതോടൊപ്പം തന്നെ സമൂഹത്തിലെ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ വളരെ കൃത്യമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുകയും അവരെ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നതിനൊക്കെ പേര് കേട്ടിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയുന്നത്. ഈ ഉണ്ണി ബാലകൃഷ്ണൻ റിപ്പോർട്ടർ ചാനലിൽ ചേർന്നപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷെ അന്ന് എല്ലാവരും ആശ്വസിച്ചിരുന്നത് നികേഷ് കുമാർ എന്ന മാധ്യമ പ്രവർത്തകൻ അവിടെ ഉണ്ടല്ലോ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായിട്ടാണല്ലോ വരുന്നത് എന്നുള്ളതാണ്. എങ്ങനെ കാണുന്നു? ഇപ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ റിപ്പോർട്ടർ ടിവിയോട് വിട പറഞ്ഞിരിക്കുകയാണ്, ഏഷ്യാനെറ്റിലേക്കാണ് എന്ന് പറയുന്നു. അതായത് TRP റേറ്റിൽ റിപ്പോർട്ടർ ചാനൽ ഒന്നാമത് എത്തുന്നതിൻ്റെ പിന്നിലുള്ള തന്ത്രങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സംസാരിച്ചതാണ്. ആ റേറ്റിംഗിൽ മുമ്പിൽ നിൽക്കുന്ന റിപ്പോർട്ടർ ചാനലിന് ഓർക്കാപ്പുറത്ത് തലക്കിയിട്ടൊരു അടിയാണെന്ന്. സർജിക്കൽ സ്ട്രൈക്ക് തന്നെ എന്ന വാക്ക് തന്നെയാണ് ഏറ്റവും ആപ്റ്റായിട്ടുള്ളത്. അതായത് ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ റിപ്പോർട്ടർ ചാനൽ കാണുന്നത്, ഞാൻ കാണുന്നത് ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയുന്നത് അറിയാനാണ്. ബാക്കിയുള്ള അതിനകത്തുള്ള ഈ കലവില ഈ പച്ച മലയാളത്തിൽ നാടൻ ഭാഷ പറഞ്ഞ ചിലക്കൽ ഇങ്ങനെ നടക്കുമ്പോൾ അതിനിടയ്ക്കൂടെ കാര്യമാത്ര പ്രസക്തമായ രീതിയിൽ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് അവതരിപ്പിക്കുന്നതിൽ വൈദഗ്ധ്യമുള്ള നമുക്കൊക്കെ ഒരു ഗുരുസ്ഥാനീയനായി കാണാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ ഒരു ജേർണലിസം വിദ്യാർത്ഥിയുടെ മനോഭാവത്തോടെയാണ് നമ്മൾ ഉണ്ണിച്ചേട്ടൻ്റെ പ്രോഗ്രാം കാണുന്നത്. ഉണ്ണി ബാലകൃഷ്ണൻ വെറും മാധ്യമപ്രവർത്തകൻ മാത്രമല്ല, എഴുത്തുകാരനാണ്. ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്, അദ്ദേഹത്തിന് പല അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അതേപോലെ ദില്ലിയിൽ എല്ലാ ലീഡേഴ്സുമായിട്ട് നല്ല ബന്ധമുണ്ട്. ആ ബന്ധം മാന്യമായി ഉപയോഗിക്കുന്ന, തിണ്ണമെടുക്ക് കാണിക്കാത്ത, എന്താ പറയുക, മാന്യമായ രീതിയിൽ ഇന്റർവ്യൂ നടത്തുന്ന, അഭിമുഖങ്ങൾ നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ്. കൊനസ്റ്റ് ചോദ്യങ്ങളൊന്നും ഇല്ല. അങ്ങനെയുള്ള ഇവരെ വായി എന്തെങ്കിലും കിട്ടട്ടെ എന്ന് എഴുതിയിട്ട് എന്തെങ്കിലും അണ്ണാക്കിലോട്ട് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ എടുത്തിട്ട് കൊടുക്കുന്ന സ്വഭാവം അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധി ഘട്ടത്തിലാണ് റിപ്പോർട്ടർ ചാനൽ അവിടെ നല്ല പാക്കേജ് എല്ലാവർക്കും കൊടുത്തിട്ടുള്ള, ഓഫർ ചെയ്തിട്ടുള്ളത്. പ്രതിസന്ധി ഘട്ടത്തിലാണ് അവിടെ ജോയിൻ ചെയ്യുന്നത്. കാരണം അദ്ദേഹം മുഖ്യധാര മാധ്യമ രംഗത്ത് നിന്ന് വാങ്ങി നമ്മുടെ ജോബി ജോർജിന്റെ യൂടോക്ക് ചാനലിൽ പോയി തലവെക്കുകയൊക്കെ ചെയ്ത് യൂടോക്ക് ചാനലിനകത്ത് അവിടെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. PK പ്രകാശ് ചേട്ടൻ ഉണ്ടായിരുന്നു, നല്ല മാധ്യമ പ്രവർത്തകനാണ്. വേണു ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഉണ്ണി ബാലകൃഷ്ണൻ്റെ. ഇവർ 3 പേരും അതിൻ്റെ ഫേസ് ആയിട്ട് നിൽക്കുമ്പം അവരെ സംബന്ധിച്ചിടത്തോളം പറ്റിയത് അവരുടെ ഈ കവർ ഫോട്ടോ പോലും ഈ പേജിൻ്റെ ചാനലിൻ്റെ അതിനകത്ത് പോലും ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ അഗസ്റ്റിൻ കാണിച്ചതുപോലെ തന്നെ ജോബിച്ചായൻ്റെ തന്നെ ഫോട്ടോയും കൂടെ വെച്ചിട്ടൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പം അങ്ങനെയുള്ള കുറേ കുഴപ്പങ്ങൾ പറ്റും. മമ്മൂട്ടി എന്നിട്ടാണ് ലോഞ്ച് ചെയ്യുന്നത്. പക്ഷേ അവിടെ വേണു ബാലകൃഷ്ണൻ്റെ കയ്യിലെ ചില കുഴപ്പങ്ങളുമുണ്ട്, ജോബിച്ചായൻ്റെ ചില ലൈവ് തന്നെ പൊളിഞ്ഞു. അതെ, അങ്ങനെ വന്നിട്ട് ഇത് രണ്ടും കൂടെ വന്ന് ക്ലാഷ് ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ഉണ്ണിച്ചേട്ടൻ അവിടെ നിന്ന് വിട്ടു നിൽക്കുന്ന സമയത്ത് പിന്നീട് അദ്ദേഹത്തിന് നല്ലൊരു സ്പേസ് ഓഫർ വന്നത് ഇവരെ ഭാഗത്തുനിന്നല്ല. സംഭവം നമുക്ക് ജീവിച്ചു പോകണ്ടേ. അപ്പോൾ വരുമ്പോൾ നല്ല രീതിയിലുള്ള പാക്കേജുകൾ എല്ലാവർക്കും കൊടുത്തിട്ടുള്ള പർച്ചേസ് ചെയ്യാൻ, പലരെയും പർച്ചേസ് ചെയ്യാൻ അഗസ്റ്റിൻ ബ്രദേഴ്സ് ശ്രമിച്ചിട്ടുണ്ട്. പലരും അതിൽ തല വെക്കാതെ പോയി ഇവിടെ കിട്ടുന്നതിനേക്കാളും കൂടുതൽ പൈസ തൽക്കാലം വേണ്ട, ഇത് മതി എന്നുള്ള രീതിയിൽ, കാരണം ഇതിൻ്റെ ഭാവി എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള ആശങ്കയുള്ളതുകൊണ്ട് പലരും പോയിട്ട് നമ്മുടെ മാധ്യമരംഗത്തുള്ള പല സുഹൃത്തുക്കളും കൃഷി മാധ്യമരംഗത്തുള്ളവരെ അതിനകത്ത് പോയി പെടാതിരുന്നിട്ടുണ്ട്. അവരെയൊക്കെ നല്ല രീതിയിൽ ഹയർ ചെയ്യാൻ അവർ തയ്യാറായിരുന്നു. പക്ഷേ ഇത് തുടങ്ങി കഴിയുമ്പോൾ ഇതിൻ്റെ പാറ്റേൺ ആലോചിക്കണം. അപ്പോൾ നികേഷ് കുമാർ മോശം മാധ്യമ പ്രവർത്തകനാണെന്നുള്ള അഭിപ്രായം നമുക്കില്ല. നികേഷ് കുമാറിൻ്റെ ചില ഈ പറഞ്ഞ പോലെ തിണ്ണമെടുക്കുള്ള ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതിനകത്തുള്ള അരോചകമായിട്ട് തോന്നാറുണ്ടെങ്കിൽ തന്നെയും പിന്നെ അദ്ദേഹത്തിന് ഹിഡൻ അജണ്ടകളൊക്കെ ഉണ്ട്. പക്ഷേ പല വിഷയത്തിനകത്ത് ഇപ്പോൾ TP ചന്ദ്രശേഖരൻ കൂടെ ചെയ്യപ്പെട്ട സംഭവത്തിലൊക്കെ ഏറ്റവും അഗ്രസീവായിട്ട് സംസാരിച്ചിട്ടുള്ള ആളാണ് പിന്നെ നികേഷ് കുമാർ. നികേഷ് കുമാറാണ് ശരിക്കും മലയാളത്തിലെ മാധ്യമ രംഗത്തെ മാറ്റിയെടുക്കുന്ന ഒരാൾ. NDTVയുടെയൊക്കെ സ്റ്റൈലിലേക്ക് വന്ന് ഈ ചാനൽ ചർച്ചകൾ ആരംഭിച്ചത് നികേഷ് കുമാറാണ്. അതേപോലെ തന്നെ ഇന്ത്യ വിഷനിലാവുമ്പോൾ അവിടെ PT നാസറിനെ വെച്ച് പൊളിറ്റിക്സ് തുടങ്ങുന്നു, ജയശങ്കർ വക്കീലിനെ വെച്ചിട്ട് വാരാന്ത്യം തുടങ്ങുന്നു. അങ്ങനെ ഈ ഒരു മാധ്യമ സംസ്കാരം മാറ്റിയെടുക്കുകയും സാർ എന്ന് പറഞ്ഞാൽ ഓച്ചാനിച്ച് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്ന നട്ടല് വളഞ്ഞു നിൽക്കുന്ന മാധ്യമപ്രവർത്തകർക്കിടയിൽ നിന്ന് മിസ്റ്റർ മിനിസ്റ്റർ എന്നൊക്കെ പറഞ്ഞ്
പിന്നെ പത്രപ്രവർത്തകരുടെ വില, അവരുടെ അഭിമാനബോധം വളർത്തിയെടുത്തതിൽ നികേഷ് കുമാർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അങ്ങനെ നികേഷ് കുമാറിനെ ഒരു വശത്ത് ഇവിടെ നിർത്തുന്നു, സുജയ പാർവതിയെ കൊണ്ടുവരുന്നു. സുജയ പാർവതി അരുൺ അവിടെ കാട്ടിക്കൂട്ടുന്നത് എന്താ? അവരുടെ ഇടയിൽ ഉണ്ണിച്ചേട്ടൻ ഇരുന്ന് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തോടുള്ള ഇഷ്ടം കൊണ്ട് ഈ സുജയ പാർവതിയുടെയും ഈ പറഞ്ഞ അരുൺകുമാറിന്റെ കൂട്ടത്തിൽ നികേഷ് കുമാർ ഇരുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്. അവരുടെ കൂടെ ഇരുന്നിട്ട് ഈ ഒരു പിന്നെ സ്റ്റഫും ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് പറയാതെ ഒരാൾ BJPക്ക് വേണ്ടി സംസാരിക്കുന്നു, ഒരാൾ കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുന്നു, ഒരാൾ CPM വേണ്ടി സംസാരിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിൽ ഒരു സർവകക്ഷി പ്രതിനിധി സംഘം ഇരുന്ന് ചർച്ച നടത്തുന്ന പോലെയുള്ള സർവകക്ഷി മീറ്റിംഗ് ഒക്കെ നമ്മൾ നടത്താറുണ്ടല്ലോ. എന്റർടൈൻമെന്റ് ചാനലിന്റെ ഒരു അത് സത്യമായിട്ട് അവരുടെ ന്യൂസ് പിന്നെ മീറ്റ് ദ എഡിറ്റേഴ്സ് എന്നൊക്കെ പറയുന്നത് ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാമായിട്ട് മാറി. അതെ അതെ. പിന്നെ ഈ അന്ധന്മാരായ പിന്നെ കാര്യങ്ങൾ തിരിച്ചറിയാൻ വിവരമില്ലാത്ത ഓരോ ഫാൻസ് ഉണ്ട് ഇവർക്ക്. പിന്നെ അരുണിന്റെ സാധനം എടുത്തിട്ട് CPM ഹാൻഡിലുകൾ അരുൺ സുജയെ മലർത്തിയടിച്ചു എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. സുജയെ വിവരമില്ലാത്ത ചാണകസംഖ്യകൾ സുജയെ പൊക്കിയെടുത്തിട്ട് സുജയ പിന്നെ അരുണിനെ വലിച്ചു കയറി മുട്ടയുടെ തലയിൽ ഓംലെറ്റ് അടിച്ചു. ഈ രീതിയിലുള്ള സാധനങ്ങൾ. അതിൽ നിന്ന് വ്യത്യസ്തനായി നിൽക്കുന്ന ഒരാളായിരുന്നു ഉണ്ണി ബാലകൃഷ്ണൻ. പിന്നെ ബാലകൃഷ്ണൻ ഇപ്പം തിരിച്ച് പിന്നെ ഏഷ്യാനെറ്റിലേക്ക് തന്നെ തിരിച്ചു പോകുമ്പം അവിടെ ഒന്നുള്ളത് ഫേസ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ വിനുവാണ്, വിനു വിജോൺ. ബാക്കിയുള്ളവരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ പ്രശാന്ത് രഘുവംശം. പക്ഷേ പ്രശാന്ത് രഘുവംശം ദേശീയ രാഷ്ട്രീയവും ജിയോ പൊളിറ്റിക്സും കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വെൽ സ്റ്റഡീഡ് ആയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരാളാണ് ഉണ്ണി ബാലകൃഷ്ണൻ. ഇപ്പോൾ ഏറ്റവും അവസാനം തന്നെ ഈ പാകിസ്ഥാനുമായിട്ടുള്ള നമ്മുടെ സംഘർഷങ്ങൾ, ആ വിഷയത്തിനകത്ത് ഇപ്പോൾ BLOയുടെ വിഷയങ്ങളൊക്കെ ഏറ്റവും പഠിച്ച് പിന്നെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ BLAയുടെ വിഷയങ്ങളും അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളും ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയായിരിക്കും എന്നുള്ളതും വളരെ കൃത്യമായ ഒബ്സർവേഷനായിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും കൃത്യമായി പ്രവചിച്ച ഒരാളാണ് അതിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഉണ്ണി ബാലകൃഷ്ണൻ. അങ്ങനെയുള്ള അസാധ്യമായ നിരീക്ഷണ പാഠവുമുണ്ട്. വേണു ബാലകൃഷ്ണന് പറ്റിയെന്ന് പറഞ്ഞാൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് മടി പിടിച്ച് കാര്യങ്ങൾ പഠിക്കാതെ അപ്ഡേറ്റഡ് ആവാതെയായി എന്നുള്ളൊരു പ്രശ്നമുണ്ട്. നികേഷ് കുമാറിനും അതേ പ്രശ്നം പറ്റിയിട്ടെന്ന് എനിക്ക് തോന്നുന്നു. എപ്പോഴും നമ്മളൊരു വിദ്യാർത്ഥിയുടെ മനോഭാവത്തോടു കൂടി ഇരിക്കണം. അതാണ് ജേർണലിസം ഫീൽഡിൽ വേണ്ടത്. അപ്പോഴേ അപ്ഡേറ്റ് ചെയ്യുള്ളൂ. ആ ഒരു ക്വാളിറ്റി ഉണ്ണി ബാലകൃഷ്ണനുണ്ട്. നിൽക്കുന്നിടത്ത് നിൽക്കുകയല്ല, ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ഓരോ വിഷയത്തെക്കുറിച്ച് തനിക്ക് അനായാസമായ കാര്യങ്ങളുമായിട്ട് പുസ്തകങ്ങളൊക്കെ എഴുതാറുണ്ടല്ലോ. ഉണ്ട്. അത് ചെറുകഥകളൊക്കെ എഴുതിയിട്ടുണ്ട്, ബാക്കിയുള്ള പിന്നെ വിഷയങ്ങളെക്കുറിച്ചിട്ടുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, അവാർഡുകൾ കിട്ടിയിട്ടുണ്ടൊക്കെ ഉണ്ട്. വാജ്പേയിയുടെയും അതേപോലെ മൻമോഹൻ സിംഗിൻ്റെയും ഒക്കെ വിദേശ രാജ്യ പര്യടനങ്ങൾക്കകത്ത് അതിൻ്റെ പിന്നെ അംഗമായിട്ട് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പലപ്പോഴും അത് റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ട്, ഔദ്യോഗികമായിട്ടുള്ള സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അതിനുള്ളൊരു കാലിബറുണ്ട്. നല്ലൊരു ഒബ്സർവർ ആകുക എന്നുള്ളതാണ് മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും ആദ്യം വേണ്ടത്. അതിനുള്ള ഇതുണ്ട്. പിന്നെ ഇവർ TRP പിന്നെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഈ കോപ്രായങ്ങൾ കാണിക്കുമായിരുന്നല്ലോ ഇരുന്ന്. എന്തൊക്കെ ചെയ്യുന്നതെന്ന് അവർക്ക് പോലും അറിയാത്ത രീതിയിൽ. എന്തായിരുന്നാലും ഉണ്ണി ബാലകൃഷ്ണൻ രാത്രിയിൽ കറാച്ചി പിന്നെ തുറമുഖം തകർക്കാനും അതേപോലെ എയർപോർട്ടുകളെല്ലാം അടച്ചിടാനും ഒന്നും പോയില്ല. അതല്ല, എയർപോർട്ടെല്ലാം അടച്ചിട്ട് താക്കോൽ കൈ വെച്ചത് സുജയും അരുണും കൂടി. അങ്ങനത്തെ കോപ്രായങ്ങൾക്കൊന്നും നിൽക്കാതെ വളരെ പക്വമായി യുദ്ധവും വരെ കൈകാര്യം ചെയ്ത ഒരാളാണ്. അങ്ങനെ ഒരാളെ, അതായത് വളരെ സീരിയസ് ആയി മാധ്യമങ്ങൾ നിരീക്ഷിക്കുന്നവർ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മറ്റവരതൊന്നും എപ്പോഴെങ്കിലും ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട് ഒരു റിലീഫ് കിട്ടാൻ വേണ്ടി. ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്, ഈ റിപ്പോർട്ടർ ചാനൽ ഈ മാധ്യമ പ്രവർത്തകരുടെ വിശ്വാസ്യത തകർത്തായിട്ട് തോന്നുന്നു. അത് നിലവിലത്തെ റിപ്പോർട്ടർ ചാനലിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവർ മാധ്യമ പ്രവർത്തകരുടെ മേൽ പൊതുജനങ്ങൾക്കുള്ള ഒരു വിശ്വാസ്യത തകർത്തതായിട്ട് തോന്നിക്കുന്നു. അല്ല, അത് ഉറപ്പല്ലേ. ആരവിടെ ഇരുന്നിട്ട് പിന്നെ ആധികാരികമായിട്ട് ഇവരെ മീറ്റ് ദ എഡിറ്റേഴ്സ് പ്രോഗ്രാമിനകത്ത് ഇരിക്കുന്ന ഒരാളാരാ? അഗസ്റ്റിനാണ്, ആൻഡോ അഗസ്റ്റിൻ. ഇവർ പിന്നെ ആൻഡോ അഗസ്റ്റിൻ്റെ മുട്ടൽ മരമുറി കേസിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആയിട്ട് പോയിട്ട് ഫാൻസി ഡ്രസ് മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റും. ആരെ തലയിൽ പിന്നെ കെട്ട് ഒരു കയ്യിലും കൊണ്ടുപോക്കി കൊടുത്തിട്ട് ലോറിയൊക്കെ എടുത്ത് അവിടെ ചെന്ന് പിന്നെ കോപ്രായം കാണിച്ച് അതിൻ്റെ അടുത്ത് അപ്പോഴാണെന്ന ഇവനെ കൊണ്ട് തന്നെ സാറെന്ന് വിളിപ്പിക്കും എന്നുള്ള രീതിയിൽ അയർ ചെയ്ത് ഇവിടെ കൊണ്ട് നിർത്തിയത്. പിന്നെ അതൊന്നുമില്ല. അപ്പം ആ രീതിയിൽ അരുൺകുമാർ നല്ല സ്കോളറാണ്, അതിനകത്തൊന്നും എനിക്ക് സംശയമില്ല. നല്ല അക്കാദമിക് പശ്ചാത്തലമുണ്ട്. കോളേജ് അധ്യാപകനായിട്ടുള്ള ജോലി വരെ ഉപേക്ഷിച്ചിട്ടാണ് ഈ മേഖലയ്ക്ക് വന്നത്. ശ്രീകണ്ഠൻ നായരുടെ കണ്ടെത്തലുമാണ്, അങ്ങനെയുണ്ട്. പക്ഷേ അരുണ് നമ്മൾ പിന്നെ ബുദ്ധിയുള്ള ഒരാൾ, ആ ബുദ്ധി അത്യാവശ്യത്തിനൊക്കെ ചിലപ്പോൾ ചില രീതിയിലൊക്കെ ചില താല്പര്യങ്ങളൊക്കെ കാണിക്കാം. അതിനപ്പുറത്തേക്ക് സ്വയം പണയം വെക്കാൻ, സ്വയം വിൽക്കാൻ തീരുമാനിക്കുമ്പം അത് വേശ്യാവൃത്തിക്ക് തുല്യമാണ്. ആ രീതിയിലേക്ക് പണത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാം, ഏതറ്റം വരെയും പിന്നെ ബുദ്ധിയില്ല എന്നുള്ള അഭിപ്രായമില്ല. ബുദ്ധി ഏറ്റവും മോശമായ രീതിയിൽ പിന്നെ ഉപയോഗിക്കുന്നതിനകത്ത് അത് പിന്നെ അതിനും മാർക്കറ്റ് വാല്യൂ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരൊറ്റ തലത്തിലേക്ക് മാത്രം അരുൺകുമാറിനെ പോലെയുള്ള ഒരാളുടെ ഐഡന്റിറ്റി മാറിപ്പോവുക എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട കച്ചവട താല്പര്യത്തിനായിട്ട് മാറ്റുക. അത് പൈസ മാത്രം, അത്ര മാത്രമേ ഉള്ളൂ. ഉണ്ണി ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പണയം വെച്ചിട്ടില്ല. അദ്ദേഹം ഓരോ ഘട്ടത്തിലും ഓരോ വിഷയത്തിലും സ്വീകരിക്കുന്ന സമീപനങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം എവിടെയും പണയം വെക്കാതെ. മാസം അവർക്ക് തരുന്ന പൈസയൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും ഞാൻ ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ പറയുന്ന എല്ലാ കോപ്രായങ്ങളും ഇവിടെ നിന്ന് കാണിക്കാൻ എനിക്ക് പറ്റില്ല എന്നുള്ള നിലപാടിൽ തന്നെ, അതായത് സീരിയസ് ആയി
ഈ വാർത്ത കാണുന്ന ആളുകൾ, ആ പ്രേക്ഷകർ ഉണ്ണി ബാലകൃഷ്ണൻ എന്ത് പറയുന്നു ഈ വിഷയത്തിൽ എന്നറിയാൻ വേണ്ടിയിട്ട്, അല്ലാതെ അതിനിടയിൽ കൂടെ ഇടയ്ക്കൊരു നേരം പോക്കെന്നുള്ള രീതിയിൽ സുജയുടെയും ഉണ്ണിയൊക്കെ കേൾക്കുന്നേ ഉള്ളൂ. സ്മൃതിയെ കൊണ്ട് പിന്നെ വലിയ ശല്യമൊന്നും ഉണ്ടാവുന്നില്ല. പലപ്പോഴും സ്മൃതി പരുത്തിക്കാടിൻ്റെ ഈ സംവാദങ്ങൾ കേൾക്കുമ്പോൾ പലപ്പോഴും അവരും അവിടെ ഒരു അസ്വസ്ഥതയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇവരൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന വർഷങ്ങളുടെ മാധ്യമ പ്രവർത്തന പാരമ്പര്യമുള്ള ആളുകളാണ് ഇവിടെ വന്നിരുന്നത് ഇവരുടെ കൂടെ ഇരുന്ന് തായം കളിക്കേണ്ടി വരുന്നത്. അതാണ് അതിന്റെ ആ ഒരു അവസ്ഥ എന്ന് ആലോചിക്കുന്നത്. ഗതികേടാണ്, സ്വയം ഡീഗ്രേഡ് ചെയ്യപ്പെടുകയല്ലേ എന്ന്. അങ്ങനെയുണ്ടല്ലോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് എം പി നികേഷ് കുമാറിനെ പോലെയുള്ള ഒരാൾക്ക് ഇവരുടെ കൂട്ടത്തിലൊക്കെ ഡിസ്കഷൻ ഇരിക്കേണ്ടി വരുന്നൊരു ഗതികേട്. അതെന്തൊരു ഇരിക്കുന്നതിന് കുഴപ്പമില്ല. പിന്നെ ഇപ്പൊ ജേർണലിസം ട്രെയിനികളായിട്ട് വരുന്ന പിള്ളേരെ കൂടെ വരെ ഇരിക്കുന്നതിന് പറയുന്ന കാര്യങ്ങൾക്കകത്ത് ഭയങ്കര ആധികാരികമായിട്ട് ഇവരെക്കാളും വിവരമുള്ള ആളെപ്പോലെ ഇരുന്നിട്ട് അല്പത്തരങ്ങൾ വിളിച്ച് പറയുന്ന ആളുകളുടെ കൂടെ വേദി പങ്കിടേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. അത് ആ ശ്വാസം മുട്ടലായിരിക്കാം ഉണ്ണി ബാലകൃഷ്ണനെ അലോസരപ്പെടുത്തിയിട്ടുണ്ടാകുക. തക്ക സമയത്ത് രാജീവ് ചന്ദ്രശേഖരൻ എന്തായാലും പല അജണ്ടകളുണ്ട്. ഇപ്പോൾ BJP-യുടെ സംസ്ഥാന അധ്യക്ഷനും കൂടിയായി. രാജീവ് ചന്ദ്രശേഖർ ഏഷ്യാനെറ്റിലേക്ക് ഇദ്ദേഹത്തെ വലിക്കുമ്പോൾ പക്ഷെ ഒരു ഗുണമുണ്ട്. രാജീവ് ചന്ദ്രശേഖരനുള്ളൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഇടപെടുന്നില്ല. അവർക്ക് കൈയച്ച് സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. അവിടെ പോയിട്ട് ചർച്ചകൾക്ക് ഇരിക്കാറില്ല. ഇല്ല, അതൊന്നുമില്ല. അദ്ദേഹം എന്ന് കണ്ട് ഏഷ്യാനെറ്റിന്റെ അത്യാവശ്യ ഘട്ടത്തിൽ അദ്ദേഹത്തിന് നമ്മളാണെങ്കിലും കച്ചവടം എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ കയ്യിൽ മീഡിയ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ വ്യക്തിപരമായ താല്പര്യങ്ങളൊക്കെ അതിനകത്ത് ചിലടത്ത് കൊണ്ടുവരും. പക്ഷേ നിലവാരമില്ലാതെ അത് ഉപയോഗിക്കാൻ രാജീവ് ചന്ദ്രശേഖർ പോകുന്നില്ല. കാരണം അയാൾ പ്രൊഫഷണലാണ്. അപ്പോൾ ആ രീതിയിൽ ഇതിനകത്ത് നിൽക്കുന്നത്. പിന്നെ വിനു ആണ് ഇപ്പോൾ ഫേസായിട്ട് നിൽക്കുന്ന ഒരാളെന്ന് പറയുന്നത്. പക്ഷേ വിനു നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ വിനുവിനെ സംബന്ധിച്ചിടത്തോളം ബിനു വല്ലാത്തൊരു CPM വിരോധത്തിലേക്ക് പോയിട്ടുണ്ട്. ബാലൻസിങ് എന്ന് പറയുന്ന സാധനം പോലും ഇല്ല. അറ്റാക്കിങ്ങിലേക്ക് മാത്രമാണ് നീങ്ങുന്നത്. എന്ത് വിഷയം കിട്ടിയാലും അതങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ബിനുവിൻ്റെ വ്യക്തിപരമായ പിന്നെ പ്രശ്നങ്ങൾ അതിനകത്തുണ്ടോ. കാരണം ബിനു ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട്. ബിനുവിനെ ഇവരെ ടാർഗറ്റ് ചെയ്തു ആദ്യം. അത് ഇപ്പോൾ അൻവർ തന്നെ പറഞ്ഞില്ലേ, ഏഷ്യാനെറ്റിൻ്റെ ഇവിടെ കയറിയിട്ട് പിന്നെ ബിനുവിനെ അടിക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇളമരം കരിയും ഉൾപ്പെടെയുള്ളവർ ബാക്കിയുള്ളവരൊക്കെ ഈ ബിനുവിനെതിരെ കേസുകളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരികയൊക്കെ ചെയ്തപ്പം ഈ വ്യക്തിപരമായിട്ടുള്ള ഈ കലിപ്പുണ്ടല്ലോ, ഈ കലിപ്പ് ഈ പ്ലാറ്റ്ഫോമിൽ തീർക്കുന്നുണ്ട് ബിനു പലപ്പോഴും. ഉണ്ണി ബാലകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അത്തരം വ്യക്തിപരമായ സങ്കുചിത താല്പര്യങ്ങൾ എവിടെയും പ്രകടിപ്പിക്കാത്ത ഒരാളാണ് അദ്ദേഹം. ബിനുവിനെയും കുറ്റം പറയല്ല. ബിനുവിന്റെ സ്ഥാനത്ത് ചിലപ്പോൾ ഞാനാണെന്നെങ്കിലും സിബിയാണെങ്കിലും ഒക്കെ അടിക്കാൻ പറ്റും. ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ MV നികേഷ് കുമാറിന്റെ പിന്നാലെ ഉണ്ണി ബാലകൃഷ്ണനും പടിയിറങ്ങുന്നു, അതിന്റെ തൊട്ട് പിന്നാലെ സ്മൃതി പരുത്തിക്കാടും പടിയിറങ്ങും എന്നുള്ളതാണ് കേട്ട് കേൾവി. അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? കാരണം ഇവരുടെ വിടവ് നികത്താനായിട്ട് റിപ്പോർട്ടർ TV സാധിക്കുമോ? അല്ല, ഇവരുടെ വിടവ് നികത്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയെടുപ്പുള്ള, ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് പറഞ്ഞാൽ ആഷ്മിന്നും പോകത്തില്ലെന്ന് പറഞ്ഞാൽ പോകാൻ സാധ്യതയില്ല. ഇനി അവസാന ഘട്ടത്തിൽ ക്രെഡിബിലിറ്റി ഉള്ള നിലപാടുള്ള ഒരാൾ, ഒരു മാധ്യമ പ്രവർത്തകൻ അവിടേക്ക് പോകാൻ അവിടെ കൊണ്ടുപോയിട്ടും സുജയുടെ ആരുണ്ടെങ്കിൽ കൂടെ ഇരുന്നിട്ട് ഈ കലാപരിപാടിക്കകത്ത് പങ്കാളികളാവാൻ അവർ ആഗ്രഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ആ ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ, ഇപ്പോൾ താരതമ്യേന ജൂനിയർ ആയിട്ടുള്ള നല്ല പ്രസന്റേഷൻ സ്കില്ലുള്ള ആളുകളെ ആരെങ്കിലുമൊക്കെ അവിടെ കൊണ്ടുവരാൻ പറ്റുമായിരിക്കും. അവർ ഹയർ ചെയ്യും. ഇഷ്ടം പോലെ പൈസയുണ്ട്. ഏത് രീതിയിലും ആരെയും പർച്ചേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി വർക്കുണ്ട് മാനേജ്മെൻറ്റിന്. ആ രീതിയിൽ അങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുന്ന ആരെങ്കിലും വിലക്കെടുക്കുക എന്നല്ലാതെ വേറെ രീതിയിലേക്ക് പോകാൻ പറ്റുന്നില്ല. അവർ ഇതുവരെ വന്നുകൊണ്ടിരുന്ന പാറ്റേണിൽ പെട്ടെന്ന് അതിനകത്ത് വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്ന ഡാമേജ് ഉണ്ടാകും. കാരണം ഉണ്ണി ബാലകൃഷ്ണൻ്റെ വിടവ് നികത്താൻ പറ്റുന്ന ആരാണ് ഇനിയിപ്പോൾ അവർക്ക് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതാണ് ചോദ്യം. എനിക്ക് അവരുടെ ഈ എഡിറ്റേഴ്സ് അവറിൻ്റെ ഒക്കെ ഒരു 40% വ്യൂവേഴ്സും ഉണ്ണി ബാലകൃഷ്ണൻ എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ വേണ്ടി ഇരിക്കുന്ന ആളുകളാണ്. അതെ, ബാക്കിയുള്ള ആളുകളെ അരുണിന്റെയും അതോടൊപ്പം തന്നെ സുജയ പാർവതിയുടെയും സ്മൃതി പരുത്തിക്കാടിന്റെയും ആൻഡോഗസ്റ്റിന്റെ ഒക്കെ ഫാൻസ് ആയിട്ടുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കണം. അതെ 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 സീരിയസ് ആയി പിന്നെ വിഷയങ്ങൾ പഠിക്കാനും എന്തെങ്കിലും കേട്ട് അതിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് മനസ്സിലാക്കണം എന്നുള്ള കൗതുകത്തോടു കൂടിയിട്ട് ബാക്കിയുള്ള മാധ്യമരംഗത്തുള്ള വിവിധ ദൃശ്യ പത്രമാധ്യമങ്ങൾക്കകത്ത് വർക്ക് ചെയ്യുന്നവരും നമ്മളെപ്പോലെയുള്ള പിന്നെ ഓൺലൈൻ മേഖലയിലുള്ളവരും ഉൾപ്പെടെ ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയുന്നതെന്ന് അറിയാനും അദ്ദേഹത്തെ റെഫർ ചെയ്യുന്നുണ്ട് നമ്മൾ. ആ രീതിയിലുള്ള സീരിയസ് ഓഡിയൻസിനെ അവർക്ക് നഷ്ടപ്പെടുമ്പം അവരുടെ ഒരു സ്റ്റാൻഡേർഡ് നിലവാരം കുറഞ്ഞു പോകും. ആ നിലവാരം കുറയാന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഫാൻസുകാർ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഫാൻസുകാർ കുറച്ച് ദിവസം കഴിയുമ്പോൾ, കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ മടുക്കുന്നേ കൈകഴുകി പോകുമല്ലോ. പിന്നെ ഏഷ്യാനെറ്റിനെ എങ്ങനെ ഇവരെ ഉപയോഗിക്കണം എന്നുള്ളത് അവരൊരു പ്രൊഫഷണൽ രീതിയിലാണ്. അപ്പോൾ ഇപ്പോൾ മാതൃഭൂമി മനോരമയും തമ്മിലൊരു കാലത്ത് നല്ല മത്സരം ഉണ്ടായിരുന്നു. പക്ഷേ ഈ മത്സരമൊക്കെ ഉണ്ടാകുമ്പോഴും അവർ രണ്ടു കൂട്ടരും തറ പരിപാടിയിലോട്ട് പോയിട്ടില്ല. ഈ റിപ്പോർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കുന്നതെല്ലാം അത് ജേർണലിസം അല്ല ചെയ്യുന്നത്. TRP റേറ്റിംഗിൽ അവർ എന്തൊക്കെയോ ഒരു കൃത്രിമത്വം അവർ കാണിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിലൊരു സംശയം ഉറപ്പല്ലേ. അവസാനമായി റിപ്പോർട്ടർ TVയോട് എന്താ പറയാനുള്ളത്? റിപ്പോർട്ടർ TVക്ക് നൽകാനുള്ള ഉപദേശം എന്താണ്? റിപ്പോർട്ടർ TVക്ക് നന്നാവാൻ ഉദ്ദേശമില്ലാത്തൊരു സ്ഥാനത്തിന് ഉപദേശം കൊടുക്കുന്നതിനകത്ത് അനുചിത്യം ഉണ്ടെന്നുള്ളതാണ് എനിക്ക് കരുതുന്നത്. കാരണം ഇത് ആൻഡോ ആഗസ്റ്റിനൊക്കെ അവിടെ ഇരുന്നിട്ട് പിന്നെ മലയാളികളെ പ്രബുദ്ധരാക്കാനും ഉദ്ധരിക്കാനും പിന്നെ ഇരിക്കുന്ന ഒരു ചാനലിനകത്ത് നമ്മൾ എന്താ സിബി പറഞ്ഞു കൊടുക്കാനുള്ളത്? ഒന്നും പറയാനില്ല. അല്ല, നിങ്ങൾ ഇങ്ങനെയൊന്നും റിപ്പോർട്ട് ചെയ്യരുത്. കാരണം അർജന്റീനയിൽ ഇരിക്കുന്ന അർജന്റീന സർക്കാർ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തയൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞാൽ അതാണ്
അല്ല, എന്ത് അല്പത്തരത്തിന്റെ അങ്ങേ തലയ്ക്കൽ പോകാൻ തയ്യാറായി നിൽക്കുന്നത് ഓരോ സ്ഥലത്തും ഉണ്ടെന്നേ. ഇപ്പൊ ഷിരൂരിലെ അർജുന്റെ ദുരന്തം ഉണ്ടായപ്പോൾ ഉള്ള രക്ഷാപ്രവർത്തനങ്ങൾ, മുണ്ടക്കൈ ചൂരൽമലയിലെ മഴവെള്ളപ്പാച്ചിലിന് ശേഷം ഉണ്ടായിട്ടുള്ള റിപ്പോർട്ടിങ്, ഓരോ സ്ഥലത്ത് പോയിട്ട് വളരെ മോശമായ രീതിയിൽ ആണ് ഇവരുടെ റിപ്പോർട്ടിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊരു എന്റർടൈൻമെന്റ് പ്രോഗ്രാമായിട്ട് ദുരന്തങ്ങളെ വിറ്റഴിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് വരെ പോയിട്ടുള്ളൊരു ചാനൽ. ആ ചാനലിന് അത്രയും തറയിലേക്ക് മറ്റൊരു പോലും പോയിട്ടില്ല. ആഷ്മി ഒന്നും പോകുന്നില്ല, ഏഷ്യാനെറ്റ് പോയിട്ടില്ല, മാതൃഭൂമി ന്യൂസ് പോയിട്ടില്ല, മനോരമ പോയിട്ടില്ല. ഈ രീതിയിൽ മാധ്യമ സംസ്കാരത്തെ മാറ്റിയെടുത്തത് എങ്ങനെ? വിപ്ലവകരമായ മാറ്റമാണ് നികേഷ് കുമാർ ഇന്ത്യ വിഷനിലൂടെ കൊണ്ടുവന്നതെന്നുണ്ടെങ്കിൽ ഇത് വിപ്ലവകരമല്ല, ഒരുമാതിരി തറ ലെവലിലേക്ക് കൊണ്ട് എത്തിക്കുക. അല്ല, സ്വയം മനസ്സുമെടുത്ത് ഇറങ്ങിപ്പോയതാണ് നികേഷ് കുമാർ എന്ന് തന്നെ പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ ഉണ്ണി ബാലകൃഷ്ണനും മനസ്സുമെടുത്ത് തന്നെയാണ് റിപ്പോർട്ടർ ചാനൽ വിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം.